بسم الله الرحمن الرحيم وبه نستعين الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى جميع الأنبياء والرسل والملائكة وعلى جميع الصحابة والقرابة والتابعين ويصح بالعدمية. നിക്കാഹ് അനറബി ഭാഷ കൊണ്ടും സഹിയ ഫിൽ അസഹി, അതാണ് അസഹായ വചനം. വൈൻ അഹ്സനൽ അറബിയത്ത, അറബിയത്ത് നന്നായി അറിയുന്ന ആളാണെങ്കിലും, അറബി ഭാഷ ശരിക്കും അറിയുന്ന ആള് അറബി അല്ലാത്ത ഭാഷയിൽ നിക്കാഹ് നടത്തിയാലും സഹിയാണ്. വഹിയ, ഈ അജമിയ്യത്ത് എന്ന് പറയുന്നത് അജമിയായ ഭാഷ എന്ന് പറഞ്ഞാൽ മാ അദാഹ, അറബി അല്ലാത്ത ഭാഷക്കാണ് അജമിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പൊ അറബി അല്ലാത്ത ഭാഷയിലും നിക്കാഹ് സഹിയാണ്. അപ്പൊ എല്ലാ ഭാഷയിലും നിക്കാഹ് പറ്റും. എഴുത്തിബാറം ബിൽ മാന, അത് മായനക്ക് പരിഗണന നൽകിയതിനു വേണ്ടി. മായനയാണല്ലോ ഇവിടെ സംഗതി. അപ്പോ ആ മായനയെ പരിഗണിച്ചതിന് വേണ്ടി അറബി അല്ലാത്ത ഭാഷയിലും, എടി അങ്ങനെ വിളിക്കണ്ട, അത് ഓഫാക്കിയാൽ വേണ്ടി, അറബി അല്ലാത്ത ഭാഷയിൽ നിക്കാഹ് നടത്തുമ്പോൾ ആശയം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന കാരണം കൊണ്ട് അറബി അല്ലാത്ത ഭാഷയിൽ നിക്കാഹ് സഹിയാണ്. ഇത് കാരണം ലാ യതഅല്ലഖു ബിഹി ഇജാസ്, അതിനോട് എഴുജാസ് ബന്ധപ്പെടുന്ന ഒന്നല്ല. നിക്കാഹിനോട് എഴുജാസ് ബന്ധപ്പെട്ട ഒരു സംഗതി അല്ലാത്തത് കൊണ്ട് നിക്കാഹിന് ആ അറബി ഭാഷ തന്നെ പറ്റൂ എന്ന കാരണമില്ല. ഖുർആനിൽ ഫാത്തിഹയ്ക്ക് പകരം അല്ലെങ്കിൽ ഖുർആന് പകരം വേറെ ഓതാൻ പറ്റാത്ത ഇജാസ് ബന്ധപ്പെട്ടത് കൊണ്ടാണ്. വൈസ്തറത്തു ഷർത്താക്കപ്പെടും ആ എഴുത്തിയ ബിമ, ആ എഴുത്തിയ കൊണ്ടുവരൽ ബിമ ഒന്നിന്, യഉദ്ദുഹു അതിനെ കണക്കാക്കും അഹ്ലു തിൽക്കൽ ലുഗത്തി, ആ ലുഗത്തിന്റെ അഹ്ലുകാർ, സരീഹൻ സരീഹ് ആയി കണക്കാക്കും, ഫി ലുഗത്തിഹിം അവരുടെ ലുഗത്തിൽ. ഏത് ലുഗത്തിൽ നിക്കാഹ് ചെയ്യുന്നുവോ ആ ലുഗത്തിലെ സരീഹായ വാക്കുകൊണ്ടാണ് നിക്കാഹ് നടത്തേണ്ടത്. എന്നാലേ നിക്കാഹ് സഹിയാവുകയുള്ളൂ. ഇൻ ഫഹിമ കുല്ലുൻ, അങ്ങനെ നിക്കാഹ് സഹിയാകാൻ ഷർത്ത് എന്താണത്? ഓരോരുത്തരും മനസ്സിലാക്കിയ കലാമ ലഫ്സിഹി വൽ ആഖരി, സ്വന്തം ലഫ്സിന്റെ കലാമും മറ്റവന്റെ കലാമും. വലിജിന്റെ കലാമ് വലിജിനറിയണം, സൗജിന്റെ കലാമും വലിജിനറിയണം. അതേപോലെ സൗജിന്റെ കലാമ് സൗജിനറിയണം, വലിജിന്റെ കലാമും സൗജിന് അറിയണം, രൂപത്തിൽ. അപ്പോൾ അവിടെ രണ്ടാളും ഒരു ഭാഷയിൽ നടത്തിയാലും മതി, രണ്ടാളും വിവിധങ്ങളായ ഭാഷയിൽ നടത്തി. ഒരാൾ മലയാളത്തിൽ നടത്തി, മറ്റേ ആൾ ഉറുദുവിൽ നടത്തി. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയാണെങ്കിൽ, രണ്ടാളുടെയും സംസാരം എന്താണെന്നുള്ളത് അറിയുകയാണെങ്കിൽ അത് മതി. അതാത് ഭാഷയിലെ സരീഹായ വാക്കായിരിക്കണം. വലോ ബി അൻ അഖ്ബറഹു സിഖത്തുൻ, അത് അവനോട് അറിയിച്ചു കൊടുക്കൽ കൊണ്ടാണെങ്കിലും ശരി.
വലോ ബിഅൻ അഖ്ബറഹു, അത് അവനോട് അറിയിച്ചു കൊടുക്കൽ കൊണ്ടാണെങ്കിലും ശരി. സിഖത്തുൽ, ഒരു വിശ്വാസയോഗ്യമായ ആൾ. ബൽ ഈജാബി, ഈജാബ് കൊണ്ട്, അവിൽ ഖബൂലി, അല്ലെങ്കിൽ ഖബൂല് കൊണ്ട്. ബാദ് തഖദ്ദുമിഹി, ഈജാബ് മുൻകറിന് ശേഷം. മിൻ ആരിഫിൻ ബിഹി, അതുകൊണ്ട് അറിയുന്ന ആളിൻ്റെ, ആ പറയുന്ന ഈജാബ് അല്ലെങ്കിൽ ഖബൂല് അറിയുന്ന ആളിൽ നിന്ന് മുൻകടന്ന്. വലോ ബി ഇഖ്ബാരി സിഖത്ത് ലഹു, അത് അവനോട് ഒരു സിഖത്ത് അറിയിച്ചു കൊടുക്കൽ കൊണ്ടാണെങ്കിലും. ബിമാനാഹു, ആ പറഞ്ഞ വാക്കിന്റെ ആശയത്തെപ്പറ്റി. ഖബല തകല്ലുമിഹി ബിഹി, അവൻ അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ്. അങ്ങനെ ഫഖബിലഹു, അങ്ങനെ മറ്റവൻ എന്ത് ചെയ്തു, അതിനെ ഖബൂൽ ചെയ്തു. ഔ അജാബ, അല്ലെങ്കിൽ അവൻ ഈജാബ് ചെയ്തു. ഫൗറൻ, വേഗം. അതായത് തൂലുൽ ഫസ്ൽ കൂടാതെ, ഈജാബ് ഖബൂലിന്റെ ഇടയിൽ തൂലുൽ ഫസ്ൽ കൂടാതെ. അതിൽ ഔദ്ഹ്, ഔദ്ഹ് പ്രകാരം. അപ്പോൾ ഏത് ഭാഷയിലായാലും കുഴപ്പമില്ല, ആ ഭാഷയുടെ മാന അറിവുള്ള ആള് അറിയുന്നത് എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ തവാത്തുർ കൊണ്ടറിയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വസ്തനായ ഒരാൾ അറിയിച്ചു കൊടുക്കൽ കൊണ്ടറിഞ്ഞാലും മതി. അങ്ങനെ അറിഞ്ഞ ഒരാൾ ഈജാബ് ചെയ്ത്. അതേപോലെ കബൂല്, ആ കബൂലിന്റെ മാന ഒരു സിഖത്തിൽ നിന്നോ അല്ലെങ്കിൽ തവാത്തുറിൽ നിന്നോ അറിഞ്ഞിരിക്കുന്ന ആള്, ആ മാന അറിഞ്ഞ ശേഷം അയാൾ ഈ ഈജാബിന്റെയും കബൂലിന്റെയും ഇടയ്ക്ക് ഫർക്കൊന്നും കൂടാതെ, തൂലുൽ ഫസ്ലൊന്നും കൂടാതെ അയാൾ കബൂലും ചെയ്താൽ നിക്കാഹ് സഹിയാണ്. അതിൽ ഔദ്ഹ് പ്രകാരം. വൈസ്തറത്ത് ഫഹ്മു ഷാഹിദൈനി ആയിരുന്നു, രണ്ട് സാക്ഷികളും ഈ ഇതിന്റെ ആശയം, വായന, ഈ രണ്ട് അഖദിന്റെ അഹ്ലുകാർ പറയുന്ന വാക്കുകളുടെ വായന അറിയണം. കമാ എഴുത്തി, അതും ശേഷം വരുന്നതിന് വേണ്ടി. അപ്പൊ അനറബി ഭാഷയിൽ നിക്കാഹ് സഹിയാണ്. അത് സഹിയാകാൻ വേണ്ടത് അതാത് ഭാഷയിലുള്ള സ്വരീഹ് ആയ പദമായിരിക്കണം. നിക്കാഹിന് വേണ്ടി ഒരു കോഡ് വാക്ക് ഉണ്ടാക്കിയാൽ അതുകൊണ്ട് നിക്കാഹ് സഹിയാകും. നിക്കാഹിന് വേണ്ടി ഒരു കോഡ് വാക്കുണ്ടാക്കി വെച്ചു, അതുകൊണ്ട് നിക്കാഹ് ആവുകയില്ല. നിക്കാഹ് അറബി ഭാഷയിലാണെങ്കിൽ സഹിയാകേണ്ടത് മുതല പറഞ്ഞത്. അറബി ഭാഷയിൽ സഹിയാകാൻ വേണ്ടത് എന്താണ്? തസ്വീജ്, ഇൻകാഹ് എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ട ലഫ്ള് കൊണ്ട് മാത്രമേ അറബി ഭാഷയിൽ നിക്കാഹ് സഹിയാവും. ഇതാ കാരണം. ഹദീസ് ഇന്നലെ അതിനെപ്പറ്റി വിശദീകരിച്ചു. ഖുർആനിൽ ഈ രണ്ട് ലഫ്ളേ അത് സംബന്ധമായി വന്നിട്ടുള്ളൂ. എന്നാൽ ഇതേ ആശയമുള്ള മറ്റ് പദങ്ങൾ, ഹിബത്തിന്റെ പദമോ അല്ലെങ്കിൽ തൗലീഖിന്റെ പദമോ അതൊന്നും ഉപയോഗിച്ചുകൊണ്ടുള്ള നിക്കാഹ് സാധു അല്ല. അപ്പൊ അറബി ഭാഷ ഈ തന്നെ ഇത്ര കണിശമാണെങ്കിൽ അറബിക്ക് പകരമായി കൊണ്ടുവരുമ്പോൾ തസ്വീജിന്റെയും ഇൻകാഹിന്റെയും നേരെ പരിഭാഷ പദം തന്നെ ആയിരിക്കും. എന്നാലേ നിക്കാഹ് സഹീഹ് ആവുകയുള്ളൂ. ചില സ്ഥലത്ത് ഏതെങ്കിലും ഒരു കോഡ് ഭാഷ ഈ നിക്കാഹിന് തസ്വീജിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഡ് ഭാഷ ഉപയോഗിച്ചാൽ നിക്കാഹ് സഹിയാകുന്നത് അല്ല. അള്ളാഹുവിൻ്റെ കലിമത്ത് കൊണ്ടാണ് നിങ്ങൾ അവരെ ഹലാലാക്കിയത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് ആ വാക്കല്ലാത്ത വാക്കുകൊണ്ട് നിക്കാഹ് സാധു അല്ല എന്നാണ്. അപ്പം അതുകൊണ്ട് ഏത് ഭാഷയിലാലും വേണ്ടില്ല, അതാത് ഭാഷയിൽ
ഈ ഇൻകാഹ് തസ്വീജ് എന്ന പദത്തിന് എന്താണോ അതിൻ്റെ നേർ തർജ്ജമ, ആ നേർ തർജ്ജമയാണ് പറയേണ്ടത്. പറയുന്ന വലിയും സ്വീകരിക്കുന്ന, ഈജാബ് ചെയ്യുന്ന വലിയും സ്വീകരിക്കുന്ന സൗജ് അല്ലെങ്കിൽ അവരുടെ വക്കീൽമാരാണെങ്കിൽ വക്കീൽമാർ അവരും അതേപോലെ സാക്ഷികളും ഇത് അറിയുകയും വേണം. ലാ ബിക്കിനായത്തിൻ ഫി സീഗത്തി, സീഗയിൽ സൂചന വാക്ക് കൊടുത്താൽ അത് മതിയാകൂല. ഉദാഹരണം, അഹലൽ തുക്ക ബിന്ദി, നിനക്ക് ഞാൻ ഹലാലാക്കി തന്നു, നിനക്ക് ഞാൻ ഹലാലാക്കി തന്നു. ബിന്ദി എൻ്റെ മകളെ എന്ന് പറഞ്ഞത് കൊണ്ട് അത് നിക്കാഹിന്റെ സ്വരീഹായ സീഗല്ല, അത് കിനായത്താണ്. അതുകൊണ്ട് നിക്കാഹ് സഹിയാകൂല. ഹലാലാക്കി തരിക എന്ന് പറയുമ്പോൾ വിവാഹം ചെയ്തത് കൊണ്ട് ഹലാലാക്കി തന്നു എന്നാകാം. അപ്പോൾ ഇവിടെ വിവാഹം ചെയ്തു തന്നു എന്നല്ലല്ലോ ഈ പറയുന്നത്, വിവാഹം ചെയ്തത് കൊണ്ട് ഹലാലാക്കി തന്നു അങ്ങനെ. അല്ലെങ്കിൽ നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ ഹലാലാക്കി തന്നു അങ്ങനെയാണ്. അങ്ങനെ പല ഭാഷകൾക്കും അത് സാധിക്കുന്നത് കൊണ്ട് അഹ്ലൽ തുക്ക എന്ന് പറയുന്നത് നിക്കാഹിന്റെ സ്വരീഹ് അല്ല. ഒരു സൂചന എന്ന നിലക്ക്, അതിൻ്റെ കിനായത്ത് പദം എന്ന നിലക്ക് എൻ്റെ മകളെ നിനക്ക് ഞാൻ ഹലാലാക്കി, അതായത് നിനക്ക് ഞാൻ ഇണയാക്കി തന്നു എന്ന് അങ്ങനെ മാന വന്നേക്കാം. അപ്പോൾ അത് കിനായത്താണ്. ആ വാക്ക് കൊണ്ട് നിക്കാഹ് സഹിയാവല, ഫലായ സഹു നിക്കാഹ്, നിക്കാഹ് സഹിയാവല ഖത്അൻ, സഹിയാകൂല എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. സഹിയാകൂല എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. ഈ ഒരിക്കലും സഹിയാകൂല എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വാക്കാണിത്. നമ്മൾ ചില ആളുകൾ നിക്കാഹ് നടത്തുമ്പോൾ നിനക്ക് ഞാൻ ഹലാലായ ഭാര്യയാക്കി തന്നു, ഹലാലായ ഭാര്യയാക്കി തന്നു എന്നെല്ലാം പറഞ്ഞ് കൊണ്ടുവരുന്നു. ഇത് ഒരിക്കലും തന്നെ നിക്കാഹിനെ പറ്റിയ വാക്കെല്ലാം തീർത്ത് പറയണം ഫിഖ്ഹ്. ഇതൊന്നും നമ്മൾ ചിന്തിക്കൂല. വൈൻ കാല, ഈ പറഞ്ഞ വലിയ പറഞ്ഞാലും ശരി, നവൈത്തു ബിഹൻ നിക്കാഹ്, ഞാൻ ഈ സീഗ കൊണ്ട് നിക്കാഹിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് വലിയ പറഞ്ഞാലും പറ്റൂല. തവഫറത്തിൽ ഖറായിനു അലാ ദാലിക, അവൻ ആ വാക്കുകൊണ്ട് നിക്കാഹാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതിൻ്റെ മേൽ അടയാളങ്ങൾ പരിപൂർണമായി ഉണ്ടാവുകയും ചെയ്തു, എന്നാലും പറ്റൂല. ലിഅന്നഹു ലാ മത്ലാലി ഷുഹൂദി, കാരണം ഒരു ഇത്ലാഇല്ല, ലാ മുത്തലാമായി തന്നെ കുഴപ്പമൊന്നുമില്ല, വെളിവായി അറിയില്ല. ലിഷുഹൂദി, സാക്ഷികൾക്ക്. എങ്ങനത്തെ സാക്ഷികളാണ്? അൽ മുസ്തറത്തി ഹുദൂറുഹും, ആ സാക്ഷികൾ ഹാജരാകണം എന്ന് ഷർത്താക്കപ്പെട്ട. എന്തിന് ഹാജരാകണം? ലികുല്ലി ഫർദിൻ ഫർദിൻ മിൻഹു, ആ നിക്കാഹിൽപ്പെട്ട ഓരോ ഭാഗത്തും. ലികുല്ലി ഫർദിൻ ഫർദിൻ മിൻഹു, നിക്കാഹിന്റെ ഓരോ ജുസുകളും, നിക്കാഹിന്റെ ഓരോ ജുസുകളും ഈ സാക്ഷികൾ അവിടെ ഹാജരാകണം എന്ന് ഷർത്താം. അവർക്ക് ഒരു വെളിവാകലും ഇല്ലല്ലോ അല നെയ്യത്തിന്റെ പേര്. നോക്കൂ നിങ്ങൾ, നിക്കാഹ് സഹിയോ ആവാൻ ഷർത്ത് എന്താ പറഞ്ഞത്? ആ നിക്കാഹിന്റെ ഓരോ ഭാഗത്തിലും, അതായത് ഈജാബിന്റെ എല്ലാ ഭാഗത്തിലും അതേപോലെ കബൂലിന്റെ എല്ലാ ഭാഗത്തിലും സാക്ഷികളുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇപ്പോ ഫോണിലൂടെ നിക്കാഹ് നടത്തിയാലോ നിക്കാഹിന്റെ അക്കതിനുള്ള സാന്നിധ്യം എവിടെ ഉണ്ടാകും?
ഈജാബിൻ്റെയും കബൂലിൻ്റെയും ഓരോ ഭാഗത്തിനും സാക്ഷികളുടെ സാന്നിധ്യം വേണം. അവർ ഹാജരാണ്, പങ്കെടുക്കണം. കേട്ടാൽ പോരാ, അവർ നേരിട്ടാണ് പങ്കെടുക്കുകയും അവർ സംസാരിക്കുന്നവരെ കാണുകയും അവർ പറയുന്ന വാക്കുകൾ ശരിക്ക് അവർ വ്യക്തമായി കേൾക്കുകയും വേണം. വബിഹി, അതുകൊണ്ട് ഫാറക്കൽ ബയ, നിക്കാഹ് ബയുമായി വ്യത്യാസമായി. അങ്ങനെ ഹാജരാകൽ, ഓരോ ഭാഗത്തിലും ഹാജരാകൽ ഷർത്താണ് സാക്ഷികൾ എന്നതുകൊണ്ട് നിക്കാഹും ബയും തമ്മിൽ വ്യത്യാസമായി. വൈൻ സുരുത്ത ഫിഹിൽ ഇഷ്ഹാദു, ആ കച്ചവടത്തിൽ ഇഷ്ഹാദിനെ ഷർത്താക്കപ്പെട്ടാലും ശരി, കച്ചവടം നടത്തുമ്പോഴാക്കി സാക്ഷി നിർത്തണം എന്ന് ഷർത്താക്കിയാലും അലാമാ ഫീഹി, അത് സംബന്ധമായുള്ള ഒന്നോടും കൂടെ. അതിനെപ്പറ്റി വേറെ പലതും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് ഇതിൻ്റെ ഭാഗത്തിലാണ് ചർച്ച. കഴിഞ്ഞു പോയതാണ് ഇവിടെ ഉണ്ടാവില്ല. കൗലുഹു നാലിക്ക, ഈ വലിജിൻ്റെ വാക്ക് നാലിക്ക, ആ വാക്കിനെ പറയും. അതായത് ഞാൻ ഈ വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച നിക്കാഹ് ആണ് എന്ന് അവൻ പറയുന്നു. ലാ യുവഫിറു, അത് ഒരു ഫലവും നിക്കാഹ് സഹിയാകുന്ന വിഷയത്തിൽ വരുത്തുകയില്ല. കാരണം ലിഅന്ന ഷഹാദത അലാ ഇഖ്റാരിഹി ബിൽ അഖദി, അങ്ങനെ അവൻ പറയുമ്പോൾ ഇവിടെ സാക്ഷിയാകുന്നത്, സാക്ഷ്യം വഹിക്കൽ അലാ ഇഖ്റാരിഹി, അവൻ സമ്മതിച്ചു എന്നതിനുമല്ല. എന്തുകൊണ്ട്? ബിൽ അഖദി, അഖദ് കൊണ്ട് അവൻ സമ്മതിച്ചു, അല്ലാതെ ലാ അലാ നഫ്സിൽ അഖദി, അഖദിന്റെ ദാത്തിന്റെ മേൽ അല്ല സാക്ഷിയായത്. സാക്ഷിയായത് എന്താ? അവര് അഹ്ലത്തു കബിന്തി എന്ന് പറഞ്ഞ വാക്കിനാ സാക്ഷിയായത്. അത് നിക്കാഹാണ് എന്ന് ചെയ്തു, നിക്കാഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് വലിയ പിന്നെ പറഞ്ഞപ്പോൾ ആ ഇക്റാറിനാണ് പിന്നെ സാക്ഷിയാകുന്നത്, അല്ലാതെ എന്തിനല്ല, നിക്കാഹിന്റെ അഖദിനല്ല സാക്ഷിയായത്. ഇനി വഫീഹി വജുഹ്, അതിനെപ്പറ്റി ഒരു വജുഹുണ്ട്. കിനായത്ത് കൊണ്ട് നിക്കാഹ് സഹിയാകും എന്നൊരു വജുഹുണ്ട്. പക്ഷേ ആ വജുഹിനെ ഇവിടെ പരിഗണിച്ചില്ല. ഇവിടെ എന്താ കത്ത് ഖിലാഫല്ല. ആ വജുഹിനെ പരിഗണിക്കാതെ ഇവിടെ ഖിലാഫ് തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മിൻഹാജ് പോയത്. അതിന് പറയാണ് ലാക്കിൻ ലിശുദൂദിഹി ലം യുഅവ്വിൽ അലൈഹി, പക്ഷേ ആ വജുഹ് പറ്റ ഷാദ, അത് ആരുടെയും അഭിപ്രായത്തിന്റെ പിൻബലമില്ലാത്ത തനിച്ച ഒറ്റപ്പെട്ട വജിഹാദിനു വേണ്ടി ലം യുഅവ്വിൽ അലൈഹി, ആ വജിഹിന്റെ മേൽ മുസല്ലിഫ് ഇഅ്തിമാദ് ചെയ്തില്ല, അവലംബിച്ചില്ല, പരിഗണന കൊടുത്തില്ല. അതുകൊണ്ടാണ് ഖത്അൻ എന്ന് പറഞ്ഞത്. വലമിസ്തഖലഫ ഖാദിൽ ഫഖീഹ്, ഒരു ഖാദി ഖലീഫയാണ്, ഫഖീഹൻ ഒരു ഫഖീഹൻ, ഫി തസ്ബീജ് ഇംറഅത്തിൻ, ഒരു സ്ത്രീയെ വിവാഹം തസ്ബീജ് ചെയ്യുന്നത്, ഒരു ഖാദി ഒരു ഫഖീഹിനെ ഖലീഫയായി. എന്നാ സഹ, അത് സഹിയാകും. ബിമാ, ഒന്നുകൊണ്ട്, യസ്ഹു ബിഹി, ആ ഒന്നുകൊണ്ട് സഹിയാകും. തൗലിയത്തുൽ ഖളാഇ, ഖളാഇന്റെ തൗലിയത്ത്, ഖളാഇ ഏൽപ്പിച്ചു കൊടുക്കൽ എന്തുകൊണ്ടാണോ സഹിയാകുന്നത്, ആ സഹിയാകുന്നത് കൊണ്ട് ഇസ്തിഖ്ലാഫ് സഹിയാകും. ഖാദി ഒരു ഫഖീഹിനെ, ഒരു പെണ്ണിനെ തസ്വീജ് ചെയ്യാൻ വേണ്ടി ഖലീഫയാക്കൽ സഹിയാകും. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? ഖളാഅ് സഹിയാകണമെങ്കിൽ, ഖളാഅ് ഏൽപ്പിച്ചു കൊടുക്കൽ സഹിയാകണമെങ്കിൽ കിനായത്ത് പോരാ, സരീഹായി തന്നെ പറയാം. അപ്പോൾ ഇസ്തഖ്ലഫ്തുക, നിന്നെ ഞാൻ ഖലീഫയാക്കി, ഫീ തസ്വീജി ഫുലാനത്ത്, ഒരു പെണ്ണിനെ
തസ്ബീഹ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നിന്നെ ഞാൻ ഖലീഫയാക്കി ഇന്നാലിന്ന സ്ത്രീയെ തസ്ബീഹ് ചെയ്യുന്നതിൽ എന്നോ അല്ലെങ്കിൽ അതിൽ തുലക്ക ഫി തസ്ബീഹ് ഫുലാനത്ത ഇന്നാലിന്ന സ്ത്രീയെ തസ്ബീഹ് ചെയ്യുന്നതിൽ എനിക്ക് ഞാൻ അനുവാദം തന്നു എന്നോ ഖാദി പറയണം ഈ ഫഖീഹിന്. മിമ്മ ഒന്നില സയത്തി ഫീഹി അതിനെപ്പറ്റി ശേഷം വരും. ഇസ്തിനാത്തുൽ ലഫ്ദ് സരീഹ്, സരീഹായ ലഫ്ദ് തന്നെ ശർത്താണ്. فصح بما يصح به تولية القضاء مما سيأتي فيه اشتراط اللفظ الصريح എന്നാണ്. അവിടെ മിനിസ്തിറാത്തുണ്ടെങ്കിൽ മിനിസ്തിറാത്തിൽ ലഫ്ദ് സരീഹ് എന്നുണ്ടെങ്കിൽ അത് ബയാനാക്കാൻ പറ്റും. ആശയം അതാണ്, വ്യക്തമായ ലഫ്ദ് ഷർത്താണ്, എന്നാലേ തൗലിയത്തുൽ ഖദാ സഹിയാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തമായ ലഫ്ദ് കൊണ്ട് തന്നെ ഇസ്തിഖ്ലാഫ് ചെയ്താലാണ് അത് സഹിയാവുകയുള്ളൂ. വഖറദ ബി ഖൗലിന നമ്മുടെ വാക്കുകൊണ്ട് പുറപ്പെട്ടു. ഫി സീഗത്തി സീഗയിൽ ഉള്ള കിനായത്ത് എന്നതുകൊണ്ട് അൽ കിനായത്ത് ഫിൽ മഅഖൂദ് മഅഖൂദ് അലൈഹിൽ ഉള്ള കിനായത്ത്. മഅഖൂദ് അലൈഹി ആരുടെ മേലാണോ ഈ അഖദ് നിക്കാഹ് നടക്കുന്നത്, അയാൾ നിക്കാഹ് നടക്കുന്ന ആള് എന്ന് പറയുന്നത് ഈ ഭാര്യ വിവാഹം കഴിച്ചു കൊടുക്കപ്പെടുന്ന ഭാര്യ, അവളുടെ മേൽ അഖദ് നടക്കുന്ന ആളാണ്. വിവാഹം കഴിക്കുന്ന ഭർത്താവ്, ആ ഭർത്താവിൻ്റെ മേലും അഖദ് നടക്കുന്ന അവരുണ്ടാവും. അപ്പൊ അവരിൽ കിനായത്ത് ഒഴിവായി. കമാ ലൗ ഖാല അബൂ ബനാത്തിൻ, കുറെ പുത്രിമാരുള്ള കുറെ പെൺമക്കളുള്ള ഒരു വാപ്പ പറഞ്ഞു സവ്വയ്തുക എന്ന് പറഞ്ഞു, ഇഹ്ദാഹുന്ന നിനക്ക് ഞാൻ സൗജാക്കി തന്നു എൻ്റെ ആ പെൺമക്കളിൽ ഒരുത്തിയെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പറഞ്ഞു സവ്വയ്തുക ബിൻതി എന്ന് പറഞ്ഞു. അയാൾക്ക് ഒരു മകളല്ല, കുറെ മകളുണ്ട്. ആ സ്ഥലത്ത് സവ്വയ്തുക ബിൻതി, എനിക്ക് ഞാൻ എൻ്റെ മകളെ ഇണയാക്കി തന്നു. അല്ലെങ്കിൽ പറഞ്ഞു സവ്വയ്തുക ഫാത്തിമത്താണോ, ഫാത്തിമയെ നിനക്ക് ഞാൻ ഇണയാക്കി തന്നു. അവർ രണ്ടാളും ഒരു മുഅയ്യനായ പെൺകുട്ടിയെ ഉദ്ദേശിക്കുകയും ചെയ്തു. വലു ഗൈറൽ മുസമ്മാത്തി, അതാ പേര് പറഞ്ഞ പെൺകുട്ടിയല്ല. രണ്ടാളും ഉദ്ദേശിക്കുന്നത് ഒരു മോളെയാണ്, പക്ഷെ പേര് പറഞ്ഞിരിക്കുന്നത് വേറൊരു മോളെ പേരാ. അല്ലെങ്കിൽ ആ പേരിന് ഉള്ള മകളെ നാക്കില്ല. പക്ഷെ രണ്ടാൾക്കും അറിയാം ഇവിടെ ഇന്നിന്ന ആളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അങ്ങനെ പറഞ്ഞാലോ ഫൈനഹു യസുഹു, അത് സഹിയാണ്. അപ്പോ സീഗയിൽ കിനായത്ത് പറ്റൂല. അതിന് സ്ഥാനത്ത് മഅഖൂദ് അലൈഹി കിനായത്തുണ്ടാകും, കുഴപ്പമില്ല. കാരണം എന്താ, സാക്ഷികൾക്ക് ഇവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി ചെയ്യും. പെണ്ണ് ഏതാണ് എന്നുള്ളത് അവർക്ക് വ്യക്തമായി തീരണം എന്നില്ല. വയുഫ്റഖു
അതിന് ഫർക്ക് പറയപ്പെടാൻ അന്ന സീകത്ത സീക ഹിയാൽ മുഹല്ലിലത്ത്, ആ സീകയാണ് ഇവിടെ ഹലാലാക്കി തരുന്ന കെലിമത്ത്. ഫഹ്തീത ലഹ, അതുകൊണ്ട് ആ സീകക്ക് വേണ്ടി സൂക്ഷ്മത പാലിക്കേണ്ടി വന്നു. അക്സറ ഇഹ്തിയാത്തൻ അക്സറ എന്നുള്ളത് അധികമായ നിലക്കുള്ള ഒരു സൂക്ഷ്മത പാലിക്കൽ. എന്നാൽ വലായക്ഫി മതിയാകും. സവ്വജ്തു ബിന്തി അഹദക്കും, സവ്വജ്തു ഞാൻ ഇണയാക്കി തന്നു ബിന്തി എൻ്റെ മകളെ, അഹദക്കുമ നിങ്ങൾ രണ്ടിലൊരാൾക്ക്. ഇവിടെ ഈ പറയുന്ന ആളും കബൂൽ ചെയ്യുന്ന ആളും ഒരു മുഅയ്യനെയാണ് ഉദ്ദേശിക്കുന്നത്, എന്നാലും പറ്റൂല. അഹദക്കുമ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഉദ്ദേശിക്കുന്നത് ഒരു മുഅയ്യനെയാണ്, എന്നാലും ഇവിടെ സഹിയാകൂല. അപ്പൊ എന്താ അവിടെ വ്യത്യാസം? ഇവിടെ നേരത്തെ പറഞ്ഞെടുത്ത് വിവാഹിത ആകുന്ന ഭാര്യയെ പറ്റി പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് മുഅയ്യനത്തല്ല. എന്നാൽ പറയുന്ന വലിയനും സ്വീകരിക്കുന്ന സൗജനും മുഅയ്യനത്താണെങ്കിൽ നിക്കാഹ് സഹിയാകുമെന്ന് പറഞ്ഞു. അതേ സ്ഥാനത്ത് വലിയ നിങ്ങൾ രണ്ടിലൊരാൾക്ക് ഞാൻ ഇണയാക്കി തന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിക്കാഹ് സഹിയാകുന്നില്ല. എന്താ കാരണം? നിജമല്ലാത്തത് കൊണ്ട്. അത് പ്രശ്നം എന്താ വെച്ചാൽ വലിയും അതേപോലെ സൗജും, വലിയാണ് ഇവിടെ ഈജാബ് കൊണ്ടുവന്ന ആൾ, സൗജാണ് ഖാബിൽ. അപ്പൊ അവര് രണ്ടാളെന്തായിരിക്കണം? നിജമാകണം. അപ്പൊ ആ നിജമാകല് ഇവിടെ ഇല്ല. അതില്ലാത്തത് കൊണ്ടാണ് അത് പറ്റാത്തത്. വലൂഖാനിൽ വലിയ സബൈത്തുക ഇലാഖി, വലിയ സബൈത്തുക മുതൽ അവസാനം വരെ ആയസിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു. സൗജി പറഞ്ഞു ഖബിൽ, സൗജി ഖബിൽത്തു എന്ന് പറഞ്ഞു. മുത്തലഖൻ നിരുപാധികമാണ്. നിരുപാധികം എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ ഒരു മുത്തവസ്സത്തിന്റെ മസ്അല മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുത്തവസ്സത്തിന്റെ മസ്അല ആരും വേണ്ടില്ല, അല്ലെങ്കിലും വേണ്ടില്ല എന്ന് ചിലർ ശറഹ് ചെയ്തിട്ടുണ്ട്. ഷറയിൽ അവിടെ പറയുന്നുണ്ട് ഔ ഖബിൽതു, അല്ലെങ്കിൽ ഖബിൽതുഹു എന്ന് പറഞ്ഞു. വലോ ഫി മസ്അലത്തിൽ മുത്തവസ്സിത്ത്, അത് മുത്തവസ്സിത്തിന്റെ മസ്അലയിലാണെങ്കിൽ ശരി, ഖബിൽതുഹു എന്ന് പറഞ്ഞു. അലാമ മറ, മുമ്പ് കഴിഞ്ഞു പോയത് പ്രകാരം. മുത്തവസ്സിത്തിന്റെ മസ്അല നമുക്ക് കഴിഞ്ഞു പോയി. ഒരു 2 പേജ് മുമ്പ്
മുത്തവസത്തിന്റെ മസ്തല കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ സവ്വജ്തുക എന്ന് പറഞ്ഞ് സൗജ് എന്ന് പറഞ്ഞു, ഖബിൽതു എന്ന് മാത്രം പറഞ്ഞു. സവ്വജ്തുക മുതൽ അവസാനം വരെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. സൗജ് പറഞ്ഞ ഖബിൽതു മാത്രം, അല്ലെങ്കിൽ ഖബിൽതുഹു എന്ന് ഹൂ കൂട്ടി പറഞ്ഞു. നാലം എന്നഖദിൻ നിക്കാഹ്, നിക്കാഹ് മുൻഅഖദല്ല അല്ലെങ്കിൽ മദ്ഹബ് ലിൻതിഫായി ലഫ്ദിൻ നിക്കാഹി അബി തസ്വീജി കമാ മറ. അവിടെ നിക്കാഹിന്റെ ലഫ്ദ് ഇല്ല അവിടെ. അപ്പൊ ഖബിൽതു നിക്കാഹ എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഖബിൽതു തസ്വീജ എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഖബിൽതു നിക്കാഹ അല്ലെങ്കിൽ തസ്വീജഹ എന്ന് പറഞ്ഞില്ല. അത് പറയാത്തതുകൊണ്ട് കമാ മറ, അത് മുമ്പ് കഴിഞ്ഞു പോയി. മുമ്പ് പറഞ്ഞു വലാ യസ്ഹു ഇല്ലാ ബിലഫ്ദി തസ്വീജി വൽനിക്കാഹ്. ആ ലഫ്ദ് കൊണ്ട് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമേ നിക്കാഹ് സഹിയാകൂ എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വലൂഖാല സൗജുലിൽ വലിജി, സൗജ് വലിജിനോട് പറഞ്ഞു, സവ്വിജ്നി ബിന്തക, എനിക്ക് നീ സൗജ് ആക്കിക്കൊണ്ട, എനിക്ക് നീ ഇണയാക്കിക്കൊണ്ട ബിന്തക്കാലിന്റെ മകൾ. ഫഖാൽ വലിജ്, വലിജ് പറഞ്ഞു, സവ്വൈതുക ബിന്തി എന്ന് പറഞ്ഞു, എന്റെ മകളെ നിനക്ക് ഞാൻ ഇണയാക്കി തന്നു. ഔ ഖാൽ വലിജ് സൗജി, അല്ലെങ്കിൽ വലിജ് സൗജിനോട് പറഞ്ഞു, തസവ്വജ്ഹ, എന്റെ മകളെ നീ സൗജായി സ്വീകരിക്കുക, ഐ ബിന്ദി എന്റെ മകൾ. സൗജ് പറഞ്ഞു, തസവ്വജ് ഹ, ഞാൻ അവളെ സൗജായി സ്വീകരിച്ചു. എന്നാ സഹ നിക്കാഹു ഫിഹ, ആ രൂപങ്ങൾ നിക്കാഹ് സഹിയ, ബിമാ ദുക്കിറ, മേൽ പറഞ്ഞ വാക്കുകൾ സഹിയ, ബിൽ ഇസ്തിദ്ആഇ, ആവശ്യപ്പെട്ടതിന് വേണ്ടി, അൽ ജാസിമി, ദൃഢമായ, അൽ ദാലി, അറിയിക്കുന്ന, അൽ റിള, ഈ വിവാഹം നടത്തിക്കൊടുക്കൽ തൃപ്തിയുണ്ട് എന്നതിനെ പറ്റി അറിയിക്കുന്നു. വഫി സഹീഹൈനി, സഹീഹൈനിയിലുണ്ട്, ഇന്ന ഖാത്തിബൽ വാഹിബത്തി, വാഹിബത്തിലെ വിവാഹം അഭ്യർത്ഥിച്ചിരിക്കുന്ന സഹാബി റളിയല്ലാഹു അൻഹു ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, സവ്വിജ്നിഹ, അവരെ എനിക്ക് തങ്ങൾ സൗജി ആക്കി തരിക. അപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സവ്വൈതുകഹ, ഞാൻ അവരെ നിനക്ക് സൗജത്ത് ആക്കി തന്നു. വലം യുൻഖൽ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, അന്നഹു ഖാല ബഅദഹു തസവ്വൈതുഹ, ആ ഖാത്തിബ് ഈ വാക്കിന് ശേഷം തസവ്വൈതുഹ എന്ന വാക്ക് പറഞ്ഞു എന്നോ, അല്ലെങ്കിൽ വലാ ഗൈറഹു, അതല്ലാത്ത വാക്ക് പറഞ്ഞു എന്നോ റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോഴോ എനിക്ക് ഇണയാക്കി തരൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിനക്ക് ഞാൻ അവളെ ഇണയാക്കി തന്നു. അപ്പൊ എന്തായി, മുമ്പ് എനിക്ക് ഇണയാക്കി തരിക എന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടിട്ട് അതിന് മറുപടിയായി ഇണയാക്കി കൊടുക്കുമ്പോൾ ഇനി വേറെ കബൂലിന്റെ ആവശ്യമില്ല. വഖറജ ബിസവ്വിജ്നി,
സവ്വിജിനി എന്ന വാക്കായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവായി തുസവ്വിജുനി തുസവ്വിജുനി എന്ന വാക്ക് ഒഴിവായി. അപ്പൊ അത് പോരാ. സവ്വിജിനി എന്ന അമ്രഫീലാണ്, തുസവ്വിജുനിയുള്ള മുദാരിഅ ഫീൽ. അല്ലെങ്കിൽ സവ്വജ്തനി എന്ന് പറഞ്ഞു, അത് മാദിയ ഫീല, അതും ഒഴിവായി. ഔ സവ്വജ്തഹ മിന്നി എന്ന് പറഞ്ഞു, അതും മാദിയ. അത് ഒബി തസവ്വജിഹ തസവ്വജിഹ എന്ന വാക്ക് കൊണ്ട് ഒഴിവായി. തസവ്വജുഹ എന്ന വാക്ക്, തസവ്വജ് എന്നുള്ള അമ്രാണ്, തസവ്വജ് എന്ന വാക്ക് അമ്രാണ്, തസവ്വജ് എന്നുള്ള മുദാരിഅ. ഔ തസവ്വജ്തഹ അല്ലെങ്കിൽ തസവ്വജ്തഹ എന്നാണ്, അത് മുദാരി അല്ല, മാദിയ. തസവ്വജ്തഹ ഫലാ യസ്ഹു, അത് സഹിയാവൂല. അദമിൽ ജസ്മി, അവിടെ സഹിയാവൂല, ജസ്മില്ലാത്തതിന് വേണ്ടി ഉറപ്പിക്കലില്ല അവിടെ, അതുകൊണ്ട് സഹിയാവും. ഇൻ ഖബില ഔ ഔദബ സാനിയ, പക്ഷെ അവൻ രണ്ടാമത് കബൂൽ ചെയ്യും, അല്ലെങ്കിൽ രണ്ടാമത് ഈജാബ് ചെയ്യും, എന്നാലോ എന്നാ സഹിയ. അപ്പോ തുസവ്വിജുനി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സവ്വജ്തനി, അല്ലെങ്കിൽ സവ്വജ്തഹ മിന്നി എന്നൊക്കെ പറഞ്ഞെടുത്ത് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ അവൻ എന്ത് പറഞ്ഞു, ഞാൻ നിനക്ക് അവളെ സൗജാക്കി തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വീണ്ടും കബൂൽ ചെയ്തു, എന്നാ സഹിയ. അതാണ് ഈ കബീല. അല്ലെങ്കിൽ തതസവ്വജുഹ, നീ അവളെ ഇണയാക്കി സ്വീകരിക്കുന്നുവോ, അല്ലെങ്കിൽ തസവ്വജ്തഹ, നീ അവളെ ഇണയാക്കി സ്വീകരിച്ചോ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ ഇടത്ത് രണ്ടാമത്, അപ്പൊ തസവ്വജുഹ രണ്ടാമത് ഇത് ഈജാബ് ചെയ്യും, നീ അവളെ ഇണയാക്കി സ്വീകരിക്കുമോ എന്നിട്ട് രണ്ടാമത് ഈജാബ് ചെയ്ത സഹസഹിയ. വലാ യസ്ഹു അയ്ദൻ, സഹിയാകൂല അയ്ദൻ വീണ്ടും. ഖുൽ തസവ്വജ്തുഹ ഔ സവ്വജ്തുഹ, ഖുൽ നീ പറയണം, തസവ്വജ്തുഹ എന്ന് പറയണം, അല്ലെങ്കിൽ സവ്വജ്തുഹ എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മതിയാവും. തസവ്വജ്തുഹ എന്ന് നീ പറയൂ എന്ന് വലിയ പറഞ്ഞു. അല്ലെങ്കിൽ സവ്വജ്തുഹ എന്ന് നീ പറയും എന്ന് കെട്ടുന്ന സൗജ് പറഞ്ഞു, അത് പോരാ. കാരണം അത് ലഫ്ളി, അത് ആ ലഫ്ളിനെ പറയാൻ ആവശ്യപ്പെടല, ആ ലഫ്ളിനെ പറയാൻ ആവശ്യപ്പെടല. ദൂര തസ്വീജിനെ കൂടാതെ തസ്വീജിനെ ആവശ്യപ്പെടില്ല. വലാ സവ്വയ്തു നഫ്സി ഔ ഇബ്നി മിൻ ബിന്ദിക, സവ്വയ്തു നഫ്സി മിൻ ബിന്ദിക എന്ന് പറഞ്ഞു, എൻ്റെ നഫ്സിനെ ഞാൻ ഇണയാക്കി നിന്റെ മകൾ, അല്ലെങ്കിൽ എൻ്റെ മകനെ ഞാൻ ഇണയാക്കി നിന്റെ മകൾ എന്ന് പറഞ്ഞാൽ പറ്റൂല.
അവിടെ മിന്നു എടുത്തോട് പറഞ്ഞു. അപ്പൊ എൻ്റെ നഫ്സിനെ നിന്റെ മകളോട് ഞാൻ ഇണയാക്കി ചേർത്തു, എൻ്റെ മകനെ നിന്റെ മകളോട് ഞാൻ ഇണയാക്കി ചേർത്തു എന്ന് പറഞ്ഞാൽ മതിയാകൂല. അല്ലെ അന്ന സൗജ ഗൈറു മഅഖൂദിൻ അലൈഹി, സൗജി അവന്റെ മേൽ അഖ്ദ് ചെയ്യപ്പെടുന്നവരല്ല. മഅഖൂദ് അലൈഹി പെണ്ണ, അപ്പം സൗജ് എന്തല്ല, മഅഖൂദ് അലൈഹി അല്ല. വൈൻ ഉഴുത്തിയ, അവന് കൊടുക്കപ്പെട്ടാലും ശരി, ഹുക്കുംബഹു, ആ മഅഖൂദ് അലൈഹിന്റെ ഹുക്കുമൻ ഫിനബി അനമിൻകി താലിക്കുൻ, അനമിൻകി താലിക്കുൻ പോലെ ഉള്ളത് നീയത്തോടു കൂടി, നീയത്തോടു കൂടെ അനമിൻകി താലിക്കുൻ എന്ന് ഭർത്താവ് പറഞ്ഞാൽ തലാഖാവുമില്ല. ഞാൻ നിന്നിൽ നിന്ന് മോചിതമായവനാണ്, അപ്പൊ എൻ്റെ മേലിൽ കെട്ടുണ്ട്, ആ കെട്ടിൽ നിന്ന് ഞാൻ മോചിതനായ എന്ന് വന്നു. വലാ സമയത്ത് ബിന്ദി ഫുലാൻ, എൻ്റെ മകളെ ഞാൻ ഫുലാനിന് സൗജത്ത് ആക്കിക്കൊടുത്തു എന്ന് വാക്ക് പറ്റൂല. അപ്പൊ ആള് വായ്മ. സുമ്മക്കത്തബ, എന്നിട്ട് അവൻ എഴുതി, ഔ അർസല ഇലൈഹി, അല്ലെങ്കിൽ ആ ഫുലാനിലേക്ക് അവൻ ആളയച്ചു. ഫഖബില, അങ്ങനെ ആ ഫുലാൻ സ്വീകരിച്ചു. അപ്പൊ അത് പറ്റൂല. എന്താ കാരണം? നേരത്തെ പറഞ്ഞു എഴുത്ത് അത് കിരായത്താണ്. ഫുലാനൻ എന്ന് പറയുമ്പോൾ എന്തായി, അവിടെ ആള് ഹാജരില്ല എന്ന് അറിയിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. വൈനമാ സഹ നദീറു ഫിൽ ബൈ, എന്നാൽ ഇതിന്റെ നദീർ ബൈന് സഹിയാണ്. ബൈന് ബന്ധാക്കി, ഞാൻ എൻ്റെ സാധനം ഇന്നാലിൻ്റെ ആൾക്ക് വിറ്റു എന്ന് പറഞ്ഞിട്ട് എഴുതി അയാൾ സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ ആളെ അയച്ചിട്ട് അയാൾ സ്വീകരിച്ചാൽ സഹിയാവും. ലിഅന്നഹു ഔസർ, അത് ബഴി ഇതിനേക്കാളൊക്കെ കുറെ വിശാലത ഉള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് ബൈല് അങ്ങനെ സഹിയാവാനുള്ള കാര്യം.